ഹലോ, ഇന്ന് നമുക്ക് റിപ്പയറിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ A71 5G എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഗോയിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇത് മെനുവിലേക്ക് എന്താവുന്നില്ല, ഓണായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് സാംസങ്ങിൻ്റെതായാലും അല്ലെങ്കിൽ മറ്റുള്ള OnePlus, MI തുടങ്ങിയിട്ടുള്ള ഒരുവിധം ഫോണുകളിലൊക്കെ വരുന്ന ഒരു കോമൺ കംപ്ലയിൻ്റ് ആണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് CPU റീബോൾ ചെയ്തിട്ടെങ്കിൽ മാത്രമാണ് ഫിക്സ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ബോർഡ് അതിൻ്റെ കേസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബോർഡ് നോൺ ടച്ച്ഡ് ആണ്. വേറെ ആരും തന്നെ റിപ്പയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്തോ ഹീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം അവിടുത്തെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നേരെ എന്ത് ചെയ്യാം, റീബോൾ ചെയ്ത് നോക്കാം. റിമൂവ് ചെയ്ത് റീബോൾ ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കാം. അപ്പോൾ IC റിമൂവ് ചെയ്ത് റീബോൾ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബോർഡിൽ ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ IC റിമൂവ് ചെയ്യുന്നതും റീബോൾ ചെയ്യുന്നതൊന്നും വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. കാരണം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലൊക്കെ മറ്റു വീഡിയോകളിൽ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഓക്കെ. അപ്പോൾ IC നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്, കാണാം. ഓക്കെ. അപ്പോൾ ഇനി ഇതൊന്ന് ഓണാക്കിയിട്ടുള്ളൊരു കണ്ടീഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോണ് ഓണായിട്ടുണ്ട്. ഫസ്റ്റ് ലോഗോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലോഗോയിലേക്കും എത്തിയിട്ടുണ്ട്. ഇനി മെനുവിലേക്ക് എത്തുന്നുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, മെനുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഫോൺ ഓൺ ആയിട്ടുണ്ട്. ടച്ച് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കോമൺ ഇഷ്യൂസ് നമുക്കിന്ന് ഒരുപാട് ഫോണുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരം കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൊറിയർ വഴി വരുന്ന വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.